കൈത്തക്കാലം 4-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഈ ആഴ്ചത്തെ പരിചിതത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചന ഭാഗം. യഹൂദ ജനതയ്ക്ക് ദൈവവുമായിട്ടുള്ള ആ ബന്ധം വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർ കണക്കാക്കിയിരുന്നു. പക്ഷെ ആ ബന്ധം കൽപ്പനകളുടെ പരിപൂർണമായ അനുവർത്തനത്തിലൂടെയാണ് സാധിക്കേണ്ടതെന്നായിരുന്നു അവരുടെ പ്രധാനമായ ചിന്ത. അതുകൊണ്ട് കിട്ടിയ കൽപ്പനകളെ കൂടുതൽ വിശദീകരിച്ച് പുതിയ രീതിയിൽ നിയമങ്ങളുടെ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അതിനനുസരിച്ച് തങ്ങളുടെ ആധ്യാത്മികത രൂപപ്പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് പരമ്പരാഗതമായി അവർ കാത്തുപാലിച്ചു വന്ന ആ നിയമങ്ങളുടെയും മാമൂലികളുടെയും അടിസ്ഥാനത്തിൽ വിശുദ്ധി കണ്ടെത്തുവാൻ അവരെ പ്രേരിപ്പിച്ചു. എന്നാൽ ദൈവം ബാഹ്യമായവയല്ല നോക്കുന്നത്, ആന്തരികമായവയാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ പോയി. അതിന്റെ ഫലമായിട്ട് അവർ നിയമങ്ങൾ പാലിച്ചെന്നൊരിക്കലും ദൈവത്തിൽ നിന്ന് അവരുടെ ഹൃദയം അകന്ന് വർത്തിക്കുവാൻ ഇടയായി. അതുകൊണ്ട് തന്നെ ദൈവം അവരോട് പറയേണ്ടി വന്നു, നിങ്ങൾ അധരങ്ങൾ കൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നു, എന്നാൽ ഞാൻ ഹൃദയത്തെ നോക്കുന്നവനാണ്. ആ ഹൃദയത്തെ നോക്കുന്ന ദൈവത്തിന്റെ ആ കണ്ണുകളുടെ മുമ്പിൽ ഉള്ള വിശുദ്ധിയാണ് യഥാർത്ഥ വിശുദ്ധി എന്ന് മനസ്സിലാക്കേണ്ടത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് വന്നപ്പോൾ കർത്താവ് ചില മാമൂലുകളെയും പാരമ്പര്യങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് ആ നിയമങ്ങൾക്ക് എതിരായിട്ടെന്ന പോലെ അവിടുന്ന് പ്രവർത്തിക്കുകയും യഥാർത്ഥ വിശുദ്ധി ഹൃദയം ദൈവത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സാധിക്കേണ്ടതെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവ് ചെയ്തതെല്ലാം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ കർത്താവിനെ അവരുടെ സിനഗോഗിൽ നിന്ന് പുറന്തള്ളാനും ഈശോയുടെ മനോഭാവങ്ങളെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കാനും ഇടയായിപ്പോയി എന്നുള്ളത് തീർച്ചയായിട്ടും ദുഃഖകരമായ ഒരു കാര്യമാണ്. സ്വീകരിക്കേണ്ടവനെ സ്വീകരിക്കാതെ അവരുടെ ആ വിശുദ്ധി തങ്ങളുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി അവർ കണ്ടെത്താൻ ശ്രമിച്ചത് വലിയ പോരായ്മയായി പോയി എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിന്റെ മനോഭാവത്തോട് യോജിച്ചുള്ള ഒരു ആധ്യാത്മികതയ്ക്ക് രൂപം കൊടുക്കാനാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ സന്നദ്ധരാകേണ്ടത്. ഈശോയുടെ ലക്ഷ്യം ദൈവരാജ്യത്തിലേക്ക് ആളുകളെ സ്വീകരിക്കുകയും അവർക്ക് അതിന് തക്ക മാർഗം പറഞ്ഞു കൊടുക്കുകയുമായിരുന്നു. പക്ഷെ കർത്താവ് നൽകാൻ ആഗ്രഹിച്ച ദൈവരാജ്യത്തിന് പുറത്തു നിൽക്കുന്നവരെ പോലെ ആയിപ്പോയി അന്നത്തെ യഹൂദ ജനത. അവരെയും തന്റെ ആ രാജ്യത്തിലെ അംഗങ്ങളാക്കി തീർക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചു. പക്ഷേ കർത്താവിന്റെ ആഗ്രഹത്തോട് യോജിക്കാൻ അവർ സന്നദ്ധരായില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ആധ്യാത്മികതയ്ക്ക് വളരെ അധികം പ്രാധാന്യം കൊടുക്കാത്തവരെ പോലെ അവർ വ്യാപരിച്ചു. ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ അവർ കടിച്ചു തൂങ്ങി നിന്നു. അതുകൊണ്ട് ദൈവം തിരസ്കരിച്ചവയെ അവർ അനുവർത്തിച്ചത് വഴിയായിട്ട് ദൈവത്തോടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു പോകുവാനും ആധ്യാത്മികതയിൽ നിന്ന് അകന്ന് മാറിപ്പോകാനും ഇടയായിപ്പോയി. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം യഹൂദ പാരമ്പര്യങ്ങൾ പോലെ നമ്മളും ചില പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടാകാം. അത് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ പക്കലേക്ക് നമ്മളെ നയിക്കുന്നതാകണം നിർബന്ധമില്ല. അതുകൊണ്ട് ഉചിതമല്ലാത്തതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് ദൈവം നൽകുന്ന ആ മനസ്സിന്റെ ആ ഭാവം, കാരുണ്യം, സ്നേഹം മുതലായവയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതേസമയം നിയമം ഒട്ടും ആവശ്യമില്ല എന്നുള്ള ചിന്തയിലേക്കല്ല നമ്മൾ വരേണ്ടത്. കർത്താവ് തന്നെ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിയമങ്ങളെയോ കൽപ്പനകളെയോ ഇല്ലാതാക്കാനല്ല,
അതിനെ പൂർണ്ണമാക്കാനാണ്. അപ്പോൾ എവിടെയൊക്കെ അപാകത ഉണ്ടായിരുന്നോ അപാകതയൊക്കെ മാറ്റിയിട്ട് പൂർണ്ണതയുള്ള ഒരു ജനതയെയും പൂർണ്ണതയുള്ള വിശുദ്ധിയെയും രൂപപ്പെടുത്തി തരുവാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് കർത്താവ് പറഞ്ഞു തരികയാണ് ചെയ്തത്. കർത്താവ് ഹൃദയത്തെ നോക്കുന്നവനാണ്. അതുപോലെ യഥാർത്ഥത്തിൽ ദൈവ മനുഷ്യബന്ധവും സ്ഥാപിക്കുന്നതിനാവശ്യമായ കൽപ്പനകളാണ് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. 10 കൽപ്പനകൾ മോശ വഴിയായിട്ട് നൽകിയത് നമുക്ക് ഓർമ്മയുണ്ട്. ആ മോശ വഴിയായിട്ട് നൽകിയ ആ കൽപ്പനകളെയും കുറേയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടായിരുന്നു അന്നത്തെ യഹൂദന്മാർ പ്രവർത്തിച്ചത്. ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യരോടുള്ള ബന്ധവും ഒരുപോലെ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ വിശുദ്ധി ഉള്ളവരായി തീരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അധരങ്ങളെക്കാൾ കൂടുതൽ ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ് ദൈവം. ബാഹ്യമായവയേക്കാൾ കൂടുതൽ ആന്തരികമായിക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ് ദൈവം. ഈശോ അത് നമുക്ക് പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ മനസ്സിനോട് യോജിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ വിശുദ്ധി ഉണ്ടാകുകയുള്ളൂ. വിശുദ്ധി തന്നെയായ ദൈവമാണ് വിശുദ്ധിയുടെ മാനദണ്ഡം നിർണയിക്കുന്നത്, അല്ലാതെ മനുഷ്യനല്ല. മനുഷ്യനിൽ ഉള്ളത് എന്താണ് എന്ന് 53-ാമത്തെയും 14-ാമത്തെയും സങ്കീർത്തനം പറയുന്നുണ്ട്. മനുഷ്യഹൃദയം ദുഷിച്ച് വഷളായി തീർന്നിരിക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി ആരിലെങ്കിലും നന്മയുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നന്മയുള്ളവനാണോ എന്ന്. എന്നാൽ നന്മ ചെയ്യുന്നതിനായി ആരെയും അവിടുന്ന് കണ്ടെത്തിയില്ല എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ആരാണ് പിതാവിന്റെ ഹിതം നിറവേറ്റുന്നത്? അവനാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ മനോഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ ഈശോ നൽകുന്ന മാനദണ്ഡം അനുസരിച്ച് വിശുദ്ധി പ്രാപിക്കുന്നത്. പിതാവിന്റെ ഹിതം നിവർത്തിച്ചുകൊണ്ട് ഈശോ വിശുദ്ധിക്ക് മാതൃകയായി തന്നെ കാണിച്ചു തന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. അത് ഏറ്റവും പൂർണ്ണ വിധത്തിൽ ദൈവപിതാവിന്റെ കാരുണ്യവും സ്നേഹവും പ്രകടമാക്കിക്കൊണ്ടാണ് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ഈ മാതൃക. അപ്പോൾ ഈശോ കാണിച്ചു തന്ന മാതൃക എപ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുന്നോ അപ്പോൾ മാത്രമേ വിശുദ്ധിയുടെ പടവുകൾ കയറി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. തൻ്റെ അമ്മ തന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ ദൈവഹിതം അനുവർത്തിക്കുന്നവരൊക്കെയാണ് തൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും എന്നൊക്കെ ഈശോ പറഞ്ഞത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്നവരെ ഈശോയുടെ വാക്കുകൾ കേട്ട് അവിടുത്തെ ചുറ്റുവരുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് ഈശോ പറഞ്ഞത്, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഈശോയുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ നമ്മൾ ആയിത്തീരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈശോ ചെയ്തതുപോലെ പിതാവിൻ്റെ ഹിതം സദാ അനുവർത്തിക്കുന്നവരായിത്തീരണം. പിതാവിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കുന്നത് അവിടുന്ന് ഓരോരോ സന്ദർഭത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആ കൽപ്പനകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും മുഖേനയാണ്. നേരത്തെ മൂശ വഴി നൽകപ്പെട്ട 10 പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും സാർത്ഥകമാണെന്നൊരിക്കലും കാലത്തിന് യോജിക്കുന്ന രീതിയിൽ ചില വ്യതിയാനങ്ങൾ അവിടെ വരുത്തേണ്ടതുണ്ട്. നിയമങ്ങളിൽ, കൽപ്പനകളിൽ പ്രധാനപ്പെട്ടവയുണ്ട്, അപ്രധാനമായവയുണ്ട്. പ്രധാനപ്പെട്ടവയെ മാറ്റി നിർത്തിയിട്ട് അപ്രധാനമായതിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്നു. കർത്താവ് ആവശ്യപ്പെട്ടത് കാരുണ്യം, സ്നേഹം, നന്മ, കൂട്ടായ്മ എന്നിവയൊക്കെയുള്ളതാണ്. ആ കൂട്ടായ്മയ്ക്ക് യോജിക്കാത്ത രീതിയിൽ അന്നത്തെ യഹൂദ പുരോഹിതന്മാരും പുരുഷന്മാരും ഒക്കെ നിലകൊണ്ടു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി.
അങ്ങനെ വിശുദ്ധിയുടെ യഥാർത്ഥ മാനദണ്ഡം മനസ്സിലാക്കാതെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ പരാജിതരായവരെ പോലെ നമ്മളായിത്തീരരുതെന്നാണ് ദൈവവചനം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ കാലോചിതമായ രീതിയിൽ ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതം അനുവർത്തിക്കാൻ എന്തുമാത്രം തൽപരരാകുന്നോ അത്രയും ദൈവപിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നവരായി നമ്മൾ തീരും. മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കാനും താല്പര്യപൂർവ്വം അവരുടെ കാര്യം ശ്രദ്ധ പതിപ്പിക്കാനും നമ്മൾ സന്നദ്ധരാകണമെന്ന് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ തന്നെ നമ്മോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിത മാതൃക ഈശോയുടെ മാതൃക അനുകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഈശോ ആരെയൊക്കെ ശ്രേഷ്ഠതയുള്ളവരായിട്ട് പരിഗണിക്കണോ എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടോ ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ ഫ്രാൻസിസ് പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തിയും എളിയവരെയും പാവപ്പെട്ടവരെയും ശുശ്രൂഷിക്കുന്നതിലും അവരുടെ കരുണ കാണിക്കുന്നതിലും താല്പര്യം പ്രദർശിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷമാണെങ്കിലും പരമ്പരാഗതമായിട്ട് മാർപ്പാപ്പമാർ സ്വീകരിക്കുന്ന രീതിയിലുള്ള സ്വീകരണത്തിന് ഒന്നും അദ്ദേഹം തയ്യാറായില്ല. അത് കാണുകയും കേൾക്കുകയും ചെയ്ത അനേകർക്ക് ഒരുമാതിരി ഇടർച്ചയ്ക്ക് കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. ഈശോയുടെ പ്രവൃത്തിയും അന്നത്തെ യഹൂദന്മാർക്ക് ഇടർച്ചയായി കാണപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവർ ഇടർച്ചയായിട്ട് കണക്കാക്കിയത് യഥാർത്ഥത്തിൽ ദൈവപിതാവിന് പ്രീതിയുള്ള കാര്യങ്ങളാണെന്ന് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. കാരണം ഈശോ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്റെ പിതാവിന് പ്രീതികരമായവ ഞാൻ എപ്പോഴും ചെയ്യുന്നു. അപ്പോൾ പിതാവിന് പ്രീതികരമായ എന്തൊക്കെയാണെന്ന് വചനത്തിലൂടെ നമ്മൾ വിവേചിച്ച് അറിയേണ്ടതുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും കാത്തു സൂക്ഷിക്കുന്നതിന് സഹായകരമായ നിയമങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വീകാര്യമുള്ളത്. അതുവഴിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമായ സ്നേഹത്തിലേക്ക് പടിപടിയായിട്ട് വളരുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാകുന്നു. വിശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്നേഹത്തിൽ ഒന്നിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ദൈവം സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. ആ ദൈവികതയോട് എന്തുമാത്രം നമ്മൾ അടുത്തു വരുന്നോ അത്രയും മാത്രമേ നമുക്ക് വിശുദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇപ്രകാരമുള്ള ഒരു വിശുദ്ധിക്ക് മാതൃക നൽകിയിട്ടാണ് ഈശോ പോയത്. അവിടുന്ന് നമുക്ക് നൽകിയ കൽപ്പനയിൽ ഏറ്റവും അവസാനമായിട്ട് നൽകിയിരിക്കുന്നതും നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതുവഴിയായിട്ട് നിങ്ങൾ എൻ്റെ ശിഷ്യരാകുന്നുവെന്ന് ലോകം അറിയും എന്നാണ്. അപ്പോൾ ഈശോയുടെ ശിഷ്യരായിരിക്കുന്നതാണ് വിശുദ്ധിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ള കാര്യം. അത് സ്നേഹത്തിലൂടെ മാത്രമേ നടക്കുകയുമുള്ളൂ. അപ്പോൾ സ്നേഹത്തിന് അല്പമെങ്കിലും കോട്ടം വരുത്തുന്ന ഏതെങ്കിലും നിയമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാരമ്പര്യം ഉണ്ടെങ്കിൽ അവയെല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട് സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നിയമങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോയുടെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ വിശുദ്ധിയുള്ളവരായി തീരുകയുള്ളൂ. അപ്പോൾ അത് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിതിനെ ഒന്ന് പുനഃപരിശോധന ചെയ്ത് നോക്കുക. എന്തുമാത്രം നമ്മുടെ നിയമങ്ങളുടെ അനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തോട് നമുക്ക് അടുത്തു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടെന്ന പോലെ നമ്മുടെ പല ഭക്തകൃത്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കും. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ പക്കലേക്ക് അല്പം പോലും അടുക്കുന്നുണ്ടാകില്ല. മറ്റു മനുഷ്യരുടെ മുമ്പാകെ നമ്മൾ ഭക്തിയുള്ളവരാണ്, തീക്ഷ്ണതയുള്ളവരാണ്. പക്ഷേ കർത്താവ് എങ്ങനെ അതിനെ പരിഗണിക്കും? കർത്താവ് നമ്മളോട് പറയാനിടയാകുമോ, നിന്റെ പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്വനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നുവെന്ന്? അങ്ങനെ ഇടയാകുന്നില്ലെങ്കിൽ നമ്മൾ പരമാർത്ഥമില്ലാത്തവരും മനുഷ്യപ്രീതി ആഗ്രഹിക്കുന്നവരും ആയിരിക്കും. മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രീതി ഉണ്ടാകണമെന്നില്ല.
എന്നാൽ ദൈവത്തെയും മനുഷ്യരെയും പ്രീതിപ്പെടുത്താൻ തക്ക രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും മനോഭാവങ്ങളുമാണ് നമുക്ക് നമ്മളെ സ്വീകാര്യതയുള്ളവരാക്കി മാറ്റുന്നത്. ഈശോയുടെ വളർച്ചയെക്കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തുന്നത് അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പാകെ കൃപയിലും വിജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു എന്നാണ്. ഇത് തന്നെയായിരിക്കണം നമ്മളെ സംബന്ധിച്ചും പറയപ്പെടാനിടയാകുന്നത്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പാകെ കൃപയിലും വിജ്ഞാനത്തിലും പ്രായത്തിലും വളരുക. ഇതിന് എന്തുമാത്രം നമുക്ക് സാധിക്കുന്നുണ്ട്. മനുഷ്യപ്രീതി മാത്രം അന്വേഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അനേകായിരം ആളുകളുണ്ട്. അവർ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോയുടെ പ്രവൃത്തികളെ സ്തുതിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനോട് ഈശോ പറഞ്ഞത്, നീ ദൈവരാജ്യത്തിൽ നിന്ന് വളരെ അകലെ അല്ല എന്നാണ്. കാരണം ഈശോ അവനോട് പറയാൻ കാരണമായി തീർന്നത്, ചെറുപ്പം മുതലേ ഞാൻ കൽപ്പനകളെല്ലാം പാലിച്ച് ജീവിക്കുന്നു എന്നാണ്. ആ കൽപ്പനകളെല്ലാം പാലിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും കർത്താവ് അവനോട് പറഞ്ഞ എന്താണ്? ദൈവരാജ്യത്തിൽ നിന്ന് നീ വളരെ അകലെയല്ല, അകന്നവനല്ല. പക്ഷെ അകത്താണെന്ന് കർത്താവ് പറഞ്ഞില്ല. നീ ദൈവരാജ്യത്തിന് അകത്താണെന്ന് പറഞ്ഞില്ല. ദൈവരാജ്യത്തിനകത്തെന്ന് കർത്താവ് പറയുവാൻ ഇടയാകുമായിരുന്നു. കർത്താവിന്റെ മനസ്സിനോട് യോജിച്ച് എല്ലാ സ്നേഹത്തോടുകൂടി മനുഷ്യരായിട്ട് കണ്ടുകൊണ്ട് ആരെയും അകറ്റി നിർത്താതെ എല്ലാവർക്കും തന്റെ ആ സ്നേഹം, ദൈവത്തിന് കിട്ടിയ സ്നേഹം പങ്കുവെച്ചുകൊണ്ടുകൊണ്ട് അവൻ ജീവിച്ചിരുന്നുവെങ്കിൽ കർത്താവ് അവനെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അവന് ഒരു പുനഃപരിശോധന നടത്താനുള്ള അവസരം കൊടുത്തു. ദൈവരാജ്യത്തിൽ നീ അകന്നവനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഇനി അകത്തായിത്തീരാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കുകയായിരുന്നു കർത്താവ്. നമ്മളിൽ പലരെ സംബന്ധിച്ചും ഒരുപക്ഷെ കർത്താവ് പറയുന്നുണ്ടായിരിക്കാം, നീ നിന്റെ അനുഷ്ഠാനങ്ങളും മറ്റ് പ്രവൃത്തികളെല്ലാം വഴിയായിട്ട് ദൈവരാജ്യത്തിൽ അടുത്തു വന്നിട്ടുണ്ട്. ഈ അടുത്തു വന്നതുകൊണ്ട് മാത്രം നമ്മുടെ രക്ഷ സുഗമമായി തീരുന്നില്ല. അടുത്തു വന്നിരിക്കുന്നവർ അകത്തേക്ക് പ്രവേശിക്കണം. ഈശോ പിതാവിന്റെ ഹിതം അനുവർത്തിച്ചുകൊണ്ട് പിതാവിന്റെ മഹത്വത്തിലേക്ക് മനുഷ്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിനിടയായി. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ആ വളർച്ചയ്ക്ക് അനുയോജ്യമായൊരു വളർച്ച സാധിച്ചുകൊണ്ട് പിതാവിന്റെ പക്കലേക്ക് കയറി ചെല്ലുവാനും നമുക്ക് വേണ്ടിയിട്ട് ലോകത്തിന്റെ ആരംഭം മുതൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കത്തക്ക ഒരു വിശുദ്ധിയിലേക്ക് വളരാൻ നമ്മൾ സന്നദ്ധരാകുകയും ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ നിയമങ്ങളുടെ അനുഷ്ഠാനമോ കടമകളുടെ നിർവഹണമോ ഒക്കെ ദൈവത്തിന്റെ മനസ്സിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന വിധത്തിലായിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് നമ്മളെ തന്റെ രാജ്യത്തിൽ സ്വീകരിക്കത്തക്ക വിധത്തിൽ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും മനോഭാവത്തിൽ വളർന്നു വരുവാനും വിശുദ്ധിയുടെ മാനദണ്ഡം ഏറ്റവും പ്രധാനമായിട്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം. ആ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവുമാണ്. ഇത് രണ്ടും പ്രാധാന്യമുള്ളവയാണ്. അതുകൊണ്ട് പ്രാധാന്യമുള്ളവയ്ക്ക് നമ്മൾ പ്രഥമ സ്ഥാനം കൊടുക്കുകയും അപ്രധാനമായതിന് അടുത്ത സ്ഥാനം മാത്രം കൊടുക്കുകയും ചെയ്യുന്നവരായിരിക്കണമെന്ന് ഇന്നത്തെ ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വചനത്തിന് അനുസരണമായ വിധത്തിൽ ജീവിക്കാൻ കർത്താവിന്റെ മാതൃക നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് സഭയുടെ നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാതൃകയുണ്ട്. ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കാൻ ഇടയാകണം. അങ്ങനെ കർത്താവിന്റെ ഹിതത്തോട് പൂർണ്ണമായിട്ട് യോജിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ വളർന്നുകൊണ്ട് ആ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകളായി രൂപാന്തരപ്പെടാൻ വേണ്ട അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.